ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ പ്രത്യേകത എന്നറിയാം ഇന്നത്തെ വീഡിയോയിൽ? ഓണത്തിന് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിലോ ഒക്കെ പോയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിനാദ്യം മുന്താണി എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് എവിടെയാണ് ഡിസൈൻ വേണ്ടതെന്നുള്ളതനുസരിച്ച് അവിടെ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനില്ലേ, ഞാനിപ്പോൾ ഒരു കൃഷ്ണൻ്റെയും അമ്മയുടെയും ഉണ്ട്, യശോദയുടെയും ഫോട്ടോ ഉണ്ട് എടുത്തേക്കണേ. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു. എന്നിട്ട് ആ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യും കാർബൺ പേപ്പർ വെച്ചിട്ട്. അല്ലെങ്കിൽ യെല്ലോ കളറാണ് എടുത്തത്, എന്താ വെച്ചാൽ പുറത്തേക്ക് അധികം നീലയോ ബ്ലാക്കൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കാണും. അപ്പോൾ അത് നമുക്ക് അധികം കാണാണ്ട് നമുക്കെന്താ വെച്ചാൽ ഈ പെയിൻ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പുറത്തേക്കൊക്കെ വരുമ്പോൾ അത് കുറവാക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ. ഈ ഡിസൈൻ ഞാൻ വരയ്ക്കണത് ഇപ്പോൾ 5 കൊല്ലത്തിന് ശേഷമായിട്ട് ഞാൻ വീണ്ടും വരച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണേ. ഞാൻ കല്യാണത്തിന് മുന്നേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് പിന്നെ ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നിർത്തി. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ സാബിർക്കയുടെ സാറിൻ്റെ വീഡിയോ കണ്ടാണ് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൊരു എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ, അത് അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ എന്താ വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഹാൻഡ് വർക്കാണല്ലോ ചെയ്യണത്. അത് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പുറത്തേക്കൊന്ന് പോയാൽ ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കും ആരെ ചെയ്ത്. നമുക്ക് ഒരു ഏതൊരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു ഒരാണിനോ ആരെങ്കിലും ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷമായിരിക്കില്ലേ. നമ്മൾ അത്രയും നല്ല ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ എത്ര വില ഇട്ടാലും ആളുകൾ മൈൻഡ് ചെയ്യാണ്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് പോയിട്ട് ഇത് ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു വലിയൊരു നമുക്ക് അപ്രീസിയേഷനും ഒക്കെ കിട്ടും. അതുകൂടാണ്ട് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വർക്ക് എന്തെങ്കിലും കൂടുതൽ തരാനുമായി, ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വർക്കൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് ചെറിയൊരു വരുമാനം കിട്ടല്ലേ ഇതിൽ നിന്ന്, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണതാണ്. കാർബൺ പേപ്പർ അടിയിലാണ് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് വരയ്ക്കാം, ചെറിയ എന്തെങ്കിലും ഡിസൈൻ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതെനിക്ക് വരയ്ക്കുമ്പോൾ ഇത് എന്താ വെച്ചാൽ 5 കൊല്ലമായിട്ട് ഞാൻ പെയിൻറ്റ് തൊട്ടിട്ടില്ല. അപ്പോൾ ഇത് ശരിയാവും. എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളായാലും എടുത്തിട്ടും പിന്നെ ഇപ്പോൾ ഞാൻ ചിത്രം അതിൽ വരയ്ക്കണ്ടെങ്കിലും എടുക്കാത്തതിന് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് കാണും തോറും ഞാനും എൻ്റെ കുഞ്ഞും അതിലും കൂടി അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്ന ഫോട്ടോ പോലെയാണ് എനിക്ക് തോന്നണേ. എന്നിട്ട് ഞാനിത് രാത്രിയാണ് ചെയ്യണേ. രാത്രി ചെയ്യണത് എത്ര മണിയാണ്, ഒരു 10 മണിയായപ്പോഴാണ് ചെയ്യാനിരുന്നത്. അതിനെ കുറക്കാനായിട്ട് ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ സെക്ഷനായിട്ട് ചെയ്യാം. ആദ്യം ഇപ്പോൾ ട്രേസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം പെയിൻറ്റിങ്ങിൻ്റെ ഓരോന്നും ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാനിരിക്കണേ കേട്ടോ. അങ്ങനെ വരച്ച് പൂർത്തിയാക്കിയിട്ടാ. ഇതിപ്പോൾ ട്രേസ് എടുത്തിട്ട് അത് നമുക്ക് കിട്ടിയേക്കണ രൂപമാണ് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പെയിൻറ്റ്, നമ്മൾ സാധാ പെയിൻ്റാണ്, അതായത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെയിൻറ്റും പിന്നെ ഒരു ഫ്രെയിമും പിന്നെ കാർബൺ പേപ്പറൊക്കെ നമുക്ക് വേണമായിരുന്നു ആദ്യം ഇതിന് ട്രേസ് ചെയ്ത് വരയ്ക്കാൻ. പിന്നെ ഈ ഫ്രെയിം ഇടുമ്പോൾ താഴെ ഇതും ആ അഡ്ജസ്റ്റ് ചെയ്യണത് മുകളിലായിട്ടാണ് വയ്ക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. എന്നിട്ട് ടൈറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഔട്ട്ലൈനാണ് കൊടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്കും കൊണ്ട് ചെറിയൊരു ഔട്ട്ലൈൻ എങ്ങനെയാണ് ഈ പിക്ചർ എന്നുള്ളത് കണക്കിന് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കും. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ബ്രഷ് മൂവ് ചെയ്യണില്ല. അപ്പോൾ ഇങ്ങനെ ശരിയാവോ തെറ്റോ മുഖമാണല്ലോ ഇപ്പോൾ ആദ്യം ചെയ്യണേ. അപ്പോൾ കറക്റ്റാവോ എന്നുള്ള ഇതിൽ പേടിച്ചാണ്ട് ചെയ്യണേ. ഇത് പിന്നെ ബ്രഷും പെയിൻറ്റൊന്നും ഞാൻ നേരത്തെ വാങ്ങി വെച്ചതല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അമ്മ പറഞ്ഞു എന്തെങ്കിലും വരയ്ക്കുക, അല്ലാണ്ട് ഇതൊക്കെ ചെയ്യാണ്ടിരിക്കണം എന്തിനിട്ട് സമയം പോലെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അമ്മ നിർബന്ധിച്ച് തന്നയച്ചതാണ് കേട്ടോ. അതാണ് ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് അപ്പം തന്നെ വിചാരിച്ച് സെറ്റ് ഉണ്ടല്ലോ, സെറ്റിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പതുക്കെയാണ് ചെയ്യണേ കേട്ടോ. ട്രേസ് എടുത്ത് നിർത്തി വെക്കേണ്ട ഇത് ഞാനിപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട്, അതായത് ചെയ്യാനൊരു കൊതി അങ്ങനെ മുഖം ഓക്കെ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി സന്തോഷമായിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത് മുടി ആ ഭാഗമൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഈ മുടിയിൽ വയ്ക്കില്ലേ അവരുടെ തലയിൽ ഇടുന്ന ഒരു ഇതില്ലേ, അത് വച്ച് പിന്നെ മുഖമൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ശരിയായി, ഇനി മൊത്തത്തിലല്ലേ. അപ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുക. 2 മണിയായിട്ട് തീർന്നപ്പോൾ. പക്ഷേ ഇത് തീർത്തിട്ട് എങ്ങനെയാണെന്ന് കാണാനൊരു വലിയൊരു ആഗ്രഹത്തിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇനി ഔട്ട്ലൈനൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചു. അതിന് ശേഷം ഓരോ കളറിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കളർ ഓരോന്നെടുത്ത്. അപ്പോൾ ആദ്യം തന്നെ ഈ മഞ്ഞ കളറാണ് എല്ലാത്തിലും ഇട്ടത്. മഞ്ഞ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇട്ടത്. മഞ്ഞയും ചുവപ്പൊക്കെ ഇട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോട്ടോ. ആ ഡിസൈനിലുള്ള കണക്കിനാണ് ഞാൻ ചെയ്തത്. ടൈം പോണതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം അങ്ങനെയുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാനിരുന്നത്.
അങ്ങനെ ചെയ്ത് ഓരോന്നും കഴിയുമ്പോൾ നമുക്ക് അടുത്തത് എന്നുള്ള മട്ടിലാണ് കേട്ടോ. അതായത് ഇത്രയും നാൾ ചെയ്യാത്തതിൻ്റെ ഒരു സന്തോഷമോ, ഞാൻ ചെയ്യുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് ശരിയായി വരണ്ടല്ലോ എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ സ്വന്തം സാരിയിൽ ഞാൻ, അതായത് നമ്മളത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാവരുടെയും എക്സ്പ്രഷൻ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്യണം. അതെല്ലാവർക്കും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ ആയാലും ഇതെന്താ വെച്ചാൽ നമ്മൾ സ്വന്തം വരയ്ക്കണ്ടല്ലോ. ഇത് എന്തെങ്കിലും ഒരു പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ട്രേസ് എടുത്താൽ മതിയില്ല. എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് ഓണത്തിന് പോയൊക്കെ എല്ലാവർക്കും വലിയൊരു നല്ലൊരു അപ്രീസിയേഷൻ എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ജെൻസിനായാലും കിട്ടും, ലേഡീസിനായാലും കിട്ടും. അത് ഷുവറാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നും. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓരോ സെക്ഷനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ഉണങ്ങണം. അതിന് ശേഷമാണ് നമ്മൾ തേക്കണം കേട്ടോ. 24 മണിക്കൂറിന് ശേഷം തേക്കണം. എന്താ വെച്ചാൽ എന്തെങ്കിലും ഉണങ്ങാണ്ടൊക്കെ ഇരുന്ന് നമ്മൾ ഇത് പോവും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഫേബ്രിക് പെയിൻറ്റിങ് കറക്റ്റായിട്ട് ചെയ്ത് 24 മണിക്കൂറിന് ശേഷം തേച്ച് അതൊക്കെ വെച്ചാൽ ജീവിതകാലം മൊത്തം ആ പെയിൻറ്റിങ് പോവില്ല കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടി. എന്താ വെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലുള്ള സാരികൾ, അമ്മയുടെയൊക്കെ സാരികൾ മുഴുവൻ പെയിൻറ്റിങ്ങിൻ്റെ സാരികളാണ്. അമ്മ അലക്കി ഇതൊക്കെ ചെയ്ത് വാഷ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണം, അല്ലാണ്ട് ഡ്രൈ ക്ലീൻ ഒന്നുമല്ല. പക്ഷേ ഇതുവരെ അതിലത്തെ പെയിൻറ്റിങ്ങിനൊന്നും ഒരു കോട്ടം പറ്റിയിട്ടില്ല കേട്ടോ. അത് ഞാൻ 100% ഗ്യാരണ്ടി പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് മറിച്ചിടണം, എന്നിട്ട് വേണം തേക്കാൻ കേട്ടോ. എന്നിട്ട് പേപ്പർ വെച്ചിട്ട് തേക്കണം. അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് അത് ചിലപ്പോൾ എന്തെങ്കിലും ഇത്തിരി ഉണങ്ങാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഈ തേപ്പ് പെട്ടിയിലും പിടിക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ഓണം. ഞാൻ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവും കേട്ടോ. ചെയ്ത് നോക്ക്.